ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ. അപ്പോൾ അത് അതിൻ്റെ അടിവശമൊന്നും കരിഞ്ഞു പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓവനും ബീറ്ററും ആൽക്കഹോളൊന്നും ആവശ്യമില്ല. ഒരു മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുത്തിട്ട് വളരെ പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പഞ്ചസാര പൊടിച്ച് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തതാണ്, അതാണ് ഈ വെള്ള കളറ്. ഞാൻ അതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് അടി കട്ടിയുള്ളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി കൊടുത്താൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കേക്കിലൊരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വിട്ട് നിന്നിട്ട് ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് കട്ട കെട്ടും, അത് കുഴപ്പമില്ല. അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്, ഇത് റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് ടിന്നിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. 7.5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണിത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് ഇതൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിലൊന്നും വെക്കുന്നില്ല, അടിയിൽ മാത്രമേ വെക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എടുക്കാം. ഞാൻ എല്ലാം കൂടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെയും കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ ചെറിയും 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്. കയ്യിൽ ഈത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഓറഞ്ച് ജ്യൂസിൽ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ അപ്പം അങ്ങനെ ചെയ്യുന്നില്ല. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ കേക്കിൻ്റെ അടിയിൽ പോയി നിൽക്കും. അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ പൊടികളൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൻ്റെ മുകളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എങ്കിലേ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സായി കിട്ടുള്ളൂ. പിന്നെ ഡേറ്റ് കഴിഞ്ഞ ബേക്കിംഗ് പൗഡറൊന്നും എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇടുമ്പോൾ അധികമാവാതെ നോക്കണം. അധികമായി കഴിഞ്ഞാൽ സോപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എങ്കിലും വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 2 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, 3 ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് അധികമാവാതെ നോക്കണം. ഇത് അധികമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കുത്തലുണ്ടാവും. പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച മുട്ടയല്ല, ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ അത് കുറച്ച് മുന്നേ പുറത്തേക്ക് എടുത്ത് വെക്കണം, അതിൻ്റെ തണുപ്പൊക്കെ മാറണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിരുന്നില്ലേ, അതൊരു 1/4 കപ്പ് ഉണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള പൊടികൾ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം.
പൊടികളൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഓറഞ്ചിൻ്റെ തൊലി ഇതിൻ്റെ വൈറ്റ് പാർട്ട് പെടാതെ ഒന്ന് എടുക്കണം. ഓറഞ്ചിൻ്റെ തൊലി ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ക്യാഷ്യൂ വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുന്നില്ല. ഇപ്പോൾ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ താഴ്ന്നു പോകും. അത് പകുതി കുക്കായതിനു ശേഷമാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു സോസ് പാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സോസ് പാൻ ഇല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ബേക്ക് ചെയ്താലും മതി. ഇത് നമ്മളൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിരുന്നു. ഇതിലേക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടപ്പിൻ്റെ ഹോളിൽ നമ്മളൊരു കടലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ ക്യാഷ്യൂ വെക്കേണ്ടതായിരുന്നു. ഞാൻ മറന്നുപോയി. കുഴപ്പമൊന്നുമില്ല, ഇനി ഇപ്പോൾ വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഇതൊരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഒരു പപ്പടക്കോല് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കാം. വേവായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് കേക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇത് കേക്ക് ടിന്നിൽ നിന്ന് നമുക്ക് മെല്ലെ എടുക്കാം. ഓറഞ്ച് ജ്യൂസിലൊന്നും സോക്ക് ചെയ്ത് വെക്കാതെ ആൽക്കഹോളും ബീറ്ററും ഓവനൊന്നും ഇല്ലാതെ ഒരു മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്തിട്ട് ടപ്പേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണത്. അത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അതുപോലെ തന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.